ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്വകാര്യ ആശുപത്രികളിലെ പ്രൊസീജിയറുകൾക്ക് വലിയ തോതിലുള്ള വർധനവാണ് ആശുപത്രി മാനേജ്മെന്റുകൾ ഏർപ്പെടുത്തുന്നതെന്ന് MK മുനീർ MLA. ഗാന്ധി ശില്പ ബസാർ കരകൗശല മേള മാർച്ച് 11 മുതൽ 17 വരെ കോഴിക്കോട് ബീച്ചിൽ. മലബാർ ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്ത 7 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ക്രിയേറ്റീവ് കോർണർ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ ഓരോ പ്രൊസീജിയറുകൾക്കും വലിയ തോതിലുള്ള വർധനവാണ് ആശുപത്രി മാനേജ്മെന്റുകൾ ഏർപ്പെടുത്തുന്നതെന്ന് ഡോക്ടർ MK മുനീർ MLA UNA നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിയ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പ്രൊസീജിയറുകൾക്ക് പുറമെ ആശുപത്രികളിലെ കിടക്കകൾക്ക് പോലും വൻതോതിലുള്ള ഫീസാണ് മാനേജ്മെന്റുകൾ രോഗികളിൽ നിന്നും ഈടാക്കുന്നതെന്നും എന്നാൽ 24 മണിക്കൂർ സേവനം ചെയ്യുന്ന നഴ്സുമാരുടെ വേതനം മാത്രം വർദ്ധിപ്പിക്കുന്നില്ലെന്നും സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് MK മുനീർ MLA പറഞ്ഞു. ഇതാണ് നഴ്സുമാരെ സമരത്തിലേക്ക് നയിക്കാൻ കാരണം. നഴ്സുമാരെ ഒരു ആയുധമായി മാത്രം ഉപയോഗിക്കുകയാണ് ആശുപത്രി മാനേജ്മെന്റുകൾ ചെയ്യുന്നത്. നഴ്സുമാരെന്നും റോബോട്ടുകളല്ലെന്നും മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണെന്നും MK മുനീർ കൂട്ടിച്ചേർത്തു. ഹോസ്പിറ്റലിന്റെ എല്ലാ കോസ്റ്റും കൂടി, ഹോസ്പിറ്റലിലുള്ള പിന്നെ റൂം റെന്റ് കൂടുന്നു, ഹോസ്പിറ്റലിലെ പ്രൊസീജിയേഴ്സ് റെന്റ് കൂടുന്നു, ലാബ് എല്ലാ ഫെസിലിറ്റീസും കൂടുന്നു. ഇവർ മാത്രം പിന്നെ വെറുതെ ഒരു ആയുധമായി ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ഇവരൊന്നും റോബോട്ട്സ് അല്ല, അവര് മജ്ജയും മാംസവുമുള്ള മനുഷ്യരാണ്. അവർക്കൊരു ജീവിതമുണ്ട്. അവർ ലോൺ എടുത്ത് പഠിച്ചിട്ടാണ് ഈ നിലയിലെത്തിയത്. അവരുടെ എഡ്യൂക്കേഷൻ ലോൺ തിരിച്ചടക്കാനുള്ള ഒരു അടിസ്ഥാന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അത് വകവെച്ച് കൊടുക്കണം. അതിൻ്റെ കൂടെ ശക്തമായി ഞങ്ങളെപ്പോലുള്ളവരുണ്ടാകും. നഴ്സുമാരുടെ പേരിൽ പോലും സ്വകാര്യ മാനേജ്മെന്റുകൾ ഭീമമായ തുക രോഗികളിൽ നിന്നും ഈടാക്കുമ്പോൾ നഴ്സുമാർക്ക് യാതൊരു വിധത്തിലും വേതനം വർദ്ധിപ്പിക്കുന്നില്ല എന്നതാണ് സംസ്ഥാനത്തെ യാഥാർത്ഥ്യമെന്നും സമരത്തിൽ സംസാരിച്ച യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് പറഞ്ഞു. നമുക്കറിയാം, കേരളത്തിലെ ജയിൽ പുള്ളികളുടെ വേതനമടക്കം വർദ്ധിപ്പിച്ച ഒരു കാലമാണിത്. 60 രൂപയുണ്ടായിരുന്നത് 620 രൂപയാക്കിയ ഒരു കാലമാണ്. അപ്പോഴാണ് നഴ്സുമാർ ഇത്രയും അധികം ജീവിത ചെലവുള്ള ഒരു കാലത്ത്, പ്രത്യേകിച്ച് അവരുടെ പേരിൽ പോലും രോഗികളുടെ കയ്യിൽ നിന്ന് ഭീമമായ തുക കേരളത്തിലെ ആശുപത്രി ഉടമകൾ എഴുതിയെടുക്കുന്ന ഒരു കാലത്താണ് തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടി അവർ സമരം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാന്ധി ശില്പ ബസാർ കരകൗശല മേള മാർച്ച് 11 മുതൽ 17 വരെ കോഴിക്കോട് ബീച്ചിൽ നടക്കും. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസ് ഡെവലപ്മെന്റ് കമ്മീഷണർ ഓഫ് ഹാൻഡിക്രാഫ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ് മേള നടക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം മേയർ O സദാശിവൻ നിർവഹിച്ചു. കോഴിക്കോട് ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിനും ലൈറ്റ് ഹൌസിനും പുറകിലായി DTPCയുടെ അറീനയിലാണ് കരകൗശല മേള സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കരകൗശല വിദഗ്ധർ മേളയിൽ വൈവിധ്യമേറിയ കരകൗശല ഉൽപ്പന്നങ്ങളുമായി 40 സ്റ്റാളുകൾ ഒരുക്കും. ഭക്ഷ്യമേളയും ദീപാലങ്കാരങ്ങളും തീമാറ്റിക് സ്റ്റാളുകളും മേളയുടെ ഭാഗമായി ഉണ്ടാകും. പ്രവേശനം സൗജന്യമാണ്. കരകൗശല ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ആർട്ടിസാൻസിൽ നിന്നും നേരിട്ട് വാങ്ങാനുള്ള മികച്ച അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും വിവിധതരം ഉൽപ്പന്നങ്ങൾ മേളയിലുണ്ടാകും. തോട എംബ്രോയിഡറി, ആപ്ലിക് വർക്ക്, ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ്,
ഹാൻഡ് എംബ്രോയിഡറി, ജ്വല്ലറി, ലെതർ, സറി ആൻഡ് സറി ഗുഡ്സ്, ജൂട്ട് ബാഗുകൾ, വുഡ് കാർവിംഗ്, സ്റ്റോൺ കാർവിംഗ്, ചനാപട്ടണ ടോയ്സ്, ആർട്ട് ആൻഡ് മെറ്റൽ വെയർ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, ടൈ ആൻഡ് ഡൈ പ്രകൃതിദത്ത നാരുകളുടെ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ എന്നിവയും മേളയിൽ ഒരുക്കും. ഗാന്ധി ശില്പ ബസാർ കരകൗശലമേള ബീച്ചിൽ ഓപ്പൺ സ്റ്റേജിന് സമീപം DTPC അറീനയിൽ മേയർ ഒ സദാശിവൻ ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ്റെ അധ്വാനവും മനസ്സും എല്ലാം സമർപ്പിക്കപ്പെട്ടുകൊണ്ട് രൂപം കൊള്ളുന്നതുമായ ശില്പങ്ങൾക്ക് മറ്റുള്ളതിനേക്കാളേറെ സൗന്ദര്യവും മനസ്സിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠ നേടത്തക്ക വിധത്തിലുള്ള ആകർഷണവും ഒക്കെ ഉണ്ടാവും. ഇവിടെ കാണാൻ കഴിയുന്നതും അത് തന്നെയാണ്. ഈ സ്റ്റാളുകളെല്ലാം സന്ദർശിച്ചാൽ ഒട്ടേറെ സ്റ്റാളുകളിൽ ഇത്തരം തരത്തിലുള്ള നിരവധി നിർമ്മിതികൾ, അപ്പോൾ ഈ വിധത്തിൽ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന പ്രകൃതിക്ക് അനുയോജ്യമായ ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. കൗൺസിലർ സഫറി വെള്ളയിൽ അധ്യക്ഷനായിരുന്നു. DTPC സെക്രട്ടറി T. നിഖിൽദാസ്, ബഷീർ ബഡയക്കണ്ടി, കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രാലയം ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ ദർശന രാഘവൻ, ഇരിങ്ങൽ സർഗാലയ കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് സീനിയർ ജനറൽ മാനേജർ TK രാജേഷ് എന്നിവർ സംസാരിച്ചു. മേള 17-ന് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അപ്പർ പ്രൈമറി തലത്തിൽ നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണർ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി അപ്പർ പ്രൈമറി തലത്തിൽ നടപ്പാക്കുന്ന ക്രിയേറ്റീവ് കോർണർ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കമായി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാമനാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. UP ക്ലാസുകളിലെ ഗണിതം, സാമൂഹ്യശാസ്ത്രം, അടിസ്ഥാന ശാസ്ത്രം എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രക്രിയാബന്ധിതമാക്കുന്നതിനും തൊഴിൽ നൈപുണികൾ വികസിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള പ്രവർത്തന ഇടമാണ് ക്രിയേറ്റീവ് കോർണർ. അടിസ്ഥാന സൗകര്യ വികസനത്തിലും ക്ഷേമ പദ്ധതികളിലും രാജ്യത്തിനാകെ മാതൃകയാണ് ലോക നിലവാരത്തിലെത്തിയ കേരളമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. പഠനത്തിനപ്പുറം പാഠ്യേതര പ്രവർത്തനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് മികവുറ്റ അറിവ് നൽകാൻ നൈപുണ്യ വികസനം ഉൾപ്പെടെ പ്രത്യേക പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നത്. പ്രൈമറി തലത്തിൽ വർണ്ണക്കൂടാരവും UPയിൽ ക്രിയേറ്റീവ് കോർണർ, ഹയർ സെക്കൻഡറിയിൽ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററുകൾ എന്നിവയിലൂടെ പഠന മേഖലയിൽ പുതിയ വഴിത്തിരിവുണ്ടാക്കി എന്നും മന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ നിലയിൽ നടന്നൊരു കാലമാണ്. പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് ക്ലാസ് മുറികളായി നമ്മുടെ ക്ലാസ് മുറികൾ മാറിയതെല്ലാം പ്രാഥമിക തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ നേട്ടങ്ങളുടെ നെറുകയിൽ തന്നെയാണ് നാം തുടരുന്നത്. പഠനത്തിൽ മാത്രമല്ല, അതിൻ്റെ പ്രത്യേകത പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് മികവ് നൽകുവാനുള്ള വലിയ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. രാമനാട്ടുകര നഗരസഭാധ്യക്ഷൻ കല്ലട MK മുഹമ്മദ് അലി അധ്യക്ഷനായി. ഉപാധ്യക്ഷ V. മിതുഷ, സ്ഥിരം സമിതി അധ്യക്ഷരായ KP അബ്ദുൽ നാസർ, T. സുമതി, കൗൺസിലർ M. രാജീവ് കുമാർ, കുസാറ്റ് CIS ഡയറക്ടർ ഡോക്ടർ ഷൈജു, SSK DPO P. അജയൻ, K. ജെയ്സൽ എന്നിവർ സംസാരിച്ചു. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഡോക്ടർ AK അബ്ദുൽ ഹക്കീം സ്വാഗതവും പ്രധാനാധ്യാപകൻ PM ജയരാജൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. ഗാന്ധി ശില്പശാല ബസാർ കരകൗശലമേള കോഴിക്കോട് ബീച്ചിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ ഉൽപ്പാദകരിൽ നിന്നും സ്വന്തമാക്കാം. പ്രവേശനം സൗജന്യം. ഗാന്ധി ശില്പശാല ബസാർ ബീച്ചിൽ മാർച്ച് 11 മുതൽ 17 വരെ.
Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാർ ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്ത 7 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞാ ചടങ്ങ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു ഉദ്ഘാടനം ചെയ്തു. രാമസ്വാമി, GC പ്രശാന്ത് കുമാർ, KV ബാബു, ബാലസുബ്രഹ്മണ്യൻ കല്ലുവളപ്പിൽ, R രതീഷ്, K അജീഷ്, PL ശോഭനകുമാരി എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. കമ്മീഷണർ TC ബിജു അധ്യക്ഷത വഹിച്ച് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് OK വാസു സത്യപ്രതിജ്ഞാ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. TC ബിജു അവർ സ്വാഗത പ്രസംഗം നടത്തിയ ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീമതി PT വിജയ് പുതുതായി ബോർഡിലേക്ക് മെമ്പർമാരായി സത്യപ്രതിജ്ഞ. പുതിയ കമ്മിറ്റി ചെയർമാൻ പടിയേരി ഗോപാലകൃഷ്ണൻ, ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KT അനിൽകുമാർ, പാരമ്പര്യ ട്രസ്റ്റീസ് അസോസിയേഷൻ സെക്രട്ടറി കുപ്പത്തോട് രാജശേഖരൻ നായർ, ഡെപ്യൂട്ടി കമ്മീഷണർ ഗിരീഷ് കുമാർ, MTEWF സെക്രട്ടറി T ബിനീഷ് കുമാർ, മുൻ അംഗം പ്രജീഷ് തിരുത്തിയിൽ, എക്സിക്യൂട്ടീവ് ഓഫീസർ K സുനിൽ, സീനിയർ സൂപ്രണ്ട് CC ദിനേശ്, ഡെപ്യൂട്ടി കമ്മീഷണർ PT വിജയ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സമൂഹത്തിൽ സൗഹൃദം ഊട്ടിയുറപ്പിച്ച സ്വരലയം റെസിഡൻസ് അസോസിയേഷന്റെ നോമ്പുതുറ. ജാതിമത ഭേദമില്ലാതെ നിരവധി ആളുകൾ നോമ്പുതുറയിൽ പങ്കെടുത്തു. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ വലിയ ജനപങ്കാളിത്തത്താൽ ശ്രദ്ധേയമായി. റെസിഡൻസ് പ്രസിഡന്റ് വെള്ളപ്പാലി സുനിൽകുമാർ, സെക്രട്ടറി ഹബീബ് ഷാ, വൈസ് പ്രസിഡന്റ് ആലി, കൃഷ്ണൻകുട്ടി, ജോയിന്റ് സെക്രട്ടറി അജീഷ്, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പ്രകാശൻ, മിതോഷ്, ഷൈജു, സുഹറ, ഷീന എന്നിവർ നേതൃത്വം നൽകി. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ്റെ 3ാമത് നോമ്പുതുറയാണ് നമ്മളിന്ന് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. സാമൂഹിക സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെയും ഒരു ഘടകമാണ് നമ്മളുടെ ഈ ഒരു സമൂഹ നോമ്പുതുറ. ഇതിലെല്ലാ വീട്ടുകാരും, നമ്മുടെ എല്ലാ വീട്ടുകാരും അതിനനുസരിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഓരോ വീടുകളിൽ നിന്നും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമ്മുടെ സാഹോദര്യം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നോമ്പുതുറയായിട്ടാണ് ഇതെക്കാലവും നമ്മളിവിടെ കൊണ്ടാടുന്നത്. അത് വളരെയേറെ ജനപിന്തുണ ഉള്ള ഒരു ആയതുകൊണ്ടും നമുക്ക് അത്രയും ഒരു ഐക്യമുള്ളത് കൊണ്ടുമാണ് ഇത്രയും നല്ലൊരു വിപുലമായിട്ട് നമുക്ക് നോമ്പുതുറ നടത്താൻ സാധിക്കുന്നത്. 48ാം ഡിവിഷൻ കൗൺസിലർ ഷിനു പിന്നാണത്ത്, റെസിഡൻസ് കോർഡിനേഷൻ സെക്രട്ടറി ബാബു എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ്റെ നോമ്പുതുറയാണ് നടക്കുന്നത്. എല്ലാ സഹോദരങ്ങളും ഈ റെസിഡൻസ് അസോസിയേഷനിലുള്ള എല്ലാ വീട്ടുകാരും ഒത്തൊരുമിച്ച് ഇതുപോലെ ഒരു നോമ്പുതുറ എന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം കൂടെ തന്നെയാണ്. ഇത് സംഘടിപ്പിച്ച സ്വരലയം റെസിഡൻസ് അസോസിയേഷൻ എല്ലാവരും ഭാഗങ്ങളും. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് PN ശ്രീധരൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ അനുശോചന യോഗം ചേർന്നു. മാധ്യമ മേഖലയിലെ പ്രമുഖ വ്യക്തികൾ അദ്ദേഹത്തെ അനുസ്മരിച്ചു. മുതിർന്ന സ്പോർട്സ് ജേർണലിസ്റ്റ് PN ശ്രീധരൻ നമ്പൂതിരിയുടെ നിര്യാണത്തിൽ കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ ചേർന്ന യോഗം അനുശോചിച്ചു. കേരള പത്രപ്രവർത്തക യൂണിയന്റെയും സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായി. വളരെ അടുത്ത സൗഹൃദം ബന്ധപ്പെടുത്തിയ ഒട്ടേറെ പേർ ഇന്ന് ഇവിടെ
ഈ അനുസ്മരണ യോഗത്തിലെത്തിയിട്ടുണ്ട്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കൾ രണ്ടുപേരും എത്തി. ഈ അനുശോചന യോഗത്തിന് തുടക്കമിടുന്നതിന് വേണ്ടി ദീർഘകാലം കേരള കൗമുദിയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പ്രസ് ക്ലബിന്റെ ICGയുടെ ഡയറക്ടർ കൂടിയായ വി ബാലകൃഷ്ണൻ, UK കുമാരൻ, VE ബാലകൃഷ്ണൻ, KP വിജയകുമാർ, കമാൽ വരദൂർ, നടക്കാവ് മുഹമ്മദ് കോയ, M ഫിറോസ് ഖാൻ, P മുസ്തഫ, ദീപക് ധർമ്മടം, ഹരിദാസൻ പാലയിൽ, KN സുരേഷ് കുമാർ, MV ഹരീന്ദ്രനാഥ്, പത്മനാഭൻ നമ്പൂതിരി, K നീനി, PN പ്രമിത എന്നിവർ സംസാരിച്ചു. സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ പ്രസിഡന്റ് PP അബൂബക്കർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി K മോഹൻദാസ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഗാന്ധി ശില്പശാല ബസാർ കരകൗശലമേള കോഴിക്കോട് ബീച്ചിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല ഉൽപ്പന്നങ്ങൾ, ജ്വല്ലറികൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, ചിരട്ട ഉൽപ്പന്നങ്ങൾ, കളിപ്പാട്ടങ്ങൾ, ലെതർ ഉൽപ്പന്നങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ ഉൽപ്പാദകരിൽ നിന്നും സ്വന്തമാക്കാം. പ്രവേശനം സൗജന്യം. ഗാന്ധി ശില്പശാല ബസാർ ബീച്ചിൽ മാർച്ച് 11 മുതൽ 17 വരെ. We will treat you well. Astor Men's Hospital, Calicut. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി കോടമ്പുഴയിൽ മഹാസ്നേഹ ഇഫ്താർ സംഗമം. ടീം പള്ളിമേത്തിലാണ് ഇഫ്താറിന് നേതൃത്വം നൽകിയത്. സമൂഹത്തിന്റെ നാനാ മേഖലകളിലുള്ളവർ നോമ്പുതുറയിൽ പങ്കെടുത്തു. മനുഷ്യ സേവനവും സമൂഹ നന്മയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ടീം പള്ളിമേത്തലിന്റെ ആഭിമുഖ്യത്തിലാണ് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശവുമായി മഹാസ്നേഹ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത്. കോടമ്പുഴയിൽ നടന്ന പരിപാടിയിൽ വിവിധ സമൂഹങ്ങളിൽപ്പെട്ട 500-ലധികം പേർ എത്തി. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുനിസിപ്പൽ ചെയർപേഴ്സൺ കല്ലട മുഹമ്മദ് അലി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ പള്ളിയാളി, ഡിവിഷൻ കൗൺസിലർ ആയിഷ ജസ്ന, വിവിധ ഡിവിഷനുകളിലെ കൗൺസിലർമാർ, പ്രമുഖ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വിവിധ സാമൂഹിക മത ജീവകാരുണ്യ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹത്തിൽ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം പകർന്ന പരിപാടിയായി ഇഫ്താർ സംഗമം മാറി. പരിപാടിക്ക് ടീം പള്ളിമേത്തൽ പ്രസിഡന്റ് റസാഖ് കാവൽക്കണ്ടി, ജനറൽ സെക്രട്ടറി നിയാസ് കാവൽക്കണ്ടി, ട്രഷറർ ഷാജി മുനമ്പത്ത് എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. നീതു സ്റ്റഡി അബ്രോഡിന്റെ പുതിയ ബ്രാഞ്ച് കോഴിക്കോട്ട് പ്രവർത്തനം ആരംഭിച്ചു. ജോജി തമ്പി ഉദ്ഘാടനം ചെയ്തു. വിദേശ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ 13 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് നീതൂസ് സ്റ്റഡി അബ്രോഡ്. കോഴിക്കോട്ട് പുതുതായി ആരംഭിച്ച ശാഖയുടെ ഉദ്ഘാടനം ജോജി തമ്പി നിർവഹിച്ചു. നമ്മൾ ഓരോരുത്തരുടെയും സ്വപ്നം എന്നത് നമ്മൾ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതില് നല്ലൊരു സ്ഥാപനത്തിൽ ചേർന്ന നിങ്ങൾ അതിന്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് നിങ്ങളുടെ ലൈഫ് സക്സസ് ആവുന്നത്. അതിനുവേണ്ടി നീതു ചേച്ചിയും ഹാരിസിക്കായും ഒന്നിച്ച് ഇനിയും മുന്നോട്ട് യാത്ര തുടരട്ടെ. ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇനി നിറവേറ്റാൻ കഴിയട്ടെ എന്ന്
ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. ജർമ്മനിയിലും ഓസ്ട്രിയയിലും മലേഷ്യയിലും അൽബേനിയയിലും സൗജന്യ വിദ്യാഭ്യാസമാണ് നീതൂസ് സ്റ്റഡി എബ്രോഡ് വാഗ്ദാനം ചെയ്യുന്നത്. ജർമ്മനിയിലും ഓസ്ട്രിയയിലും മാസ്റ്റേഴ്സ്, മലേഷ്യയിൽ അക്കൗണ്ടിംഗ് ആൻഡ് ഹോട്ടൽ മാനേജ്മെന്റ്, അൽബേനിയയിൽ ഇന്റർനാഷണൽ റിലേഷൻസ് ബിസിനസ് മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ, UK, അയർലാൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ നഴ്സിംഗ്, ഡിഗ്രി, മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ, 2 ലക്ഷം രൂപയ്ക്ക് അൽബേനിയയിൽ നിന്നും ജോർജിയയിൽ നിന്നും നഴ്സിംഗ്, 20 ലക്ഷം രൂപയ്ക്ക് ജോർജിയ, കിർഗിസ്ഥാൻ, റഷ്യ, ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും MBBS എന്നീ കോഴ്സുകളും നീതൂസ് സ്റ്റഡി എബ്രോഡ് നൽകുന്നു. വർഷങ്ങളായി വിശ്വസ്തയോടുകൂടെ ചെയ്യുന്ന സ്റ്റഡി എബ്രോഡിന്റെ എല്ലാ സേവനങ്ങളും കോഴിക്കോടുകാർക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു ഓഫീസ് ഇവിടെ തുടർന്ന് പ്രവർത്തിക്കുന്നത്. ഒരുപാട് കോഴിക്കോടുകാര് ട്രാവൽ ചെയ്ത് എറണാകുളം ഓഫീസിൽ എത്തുമ്പോൾ എന്തുകൊണ്ട് മാം കോഴിക്കോട് ഒരു ബ്രാഞ്ച് ഇല്ല എന്ന ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. നീതൂസിന്റെ തുടർന്നുള്ള ചുവടുവയ്പിൽ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും സപ്പോർട്ടും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു. യൂറോപ്പിലും UKയിലും വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്കുള്ള എളുപ്പ വഴിയാണ് നീതൂസ് എന്നും മാനേജ്മെന്റ് അവകാശപ്പെടുന്നു. കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് സമീപം മാവൂർ റോഡിലാണ് ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്വകാര്യ ആശുപത്രികളിലെ പ്രൊസീജിയറുകൾക്ക് വലിയ തോതിലുള്ള വർധനവാണ് ആശുപത്രി മാനേജ്മെന്റുകൾ ഏർപ്പെടുത്തുന്നതെന്ന് MK മുനീർ MLA. ഗാന്ധി ശില്പ ബസാർ കരകൗശലമേള മാർച്ച് 11 മുതൽ 17 വരെ കോഴിക്കോട് ബീച്ചിൽ. മലബാർ ദേവസ്വം ബോർഡിലേക്ക് സർക്കാർ നോമിനേറ്റ് ചെയ്ത 7 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ക്രിയേറ്റീവ് കോർണർ 2ാം ഘട്ടത്തിന് ജില്ലയിൽ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.